കണ്ണൂർ ജില്ലയിലും അതുപോലെ കേരളത്തിൽ പല ജില്ലകളിലുമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും. കണ്ണൂർ ജില്ലയിൽ പ്രധാനമായിട്ടും കണ്ണൂർ സിറ്റിയിൽ പ്രത്യേകിച്ചിട്ടും വളപട്ടണം, മയ്യിൽ, അതുപോലെ കണ്ണൂർ ടൗൺ, ഈ 3 പോലീസ് സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾക്ക് സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് 50% നിരക്കിൽ വാഹനങ്ങൾ നൽകാം എന്ന ഓഫറിൽ പൈസ വാങ്ങിക്കുകയും എന്നാൽ പിന്നീട് വാഹനം ഡെലിവറി ചെയ്യാതെയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ വന്നിട്ടുള്ളതും. കണ്ണൂർ സിറ്റിയിൽ ഏകദേശം 700ഓളം പരാതികളാണ് നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ 168/25 എന്ന രീതിയിൽ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ 1.5 വർഷക്കാലം പലയിടങ്ങളിലും സീഡ് സൊസൈറ്റികൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം സീഡ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയും ആ സൊസൈറ്റിയിലേക്ക് ആൾക്കാരെ, പലപ്പോഴും സാധാരണക്കാരായ ആൾക്കാരെ മെമ്പർമാരാക്കുകയും അവർക്ക് ലാപ്ടോപ്പും അതുപോലെ അലങ്കാര ചെടികൾ, വീൽ ചെയർസ്, അതുപോലെ 2 വീലേഴ്സ് ഇതൊക്കെയും നൽകാം എന്നുള്ളൊരു ഓഫറിൽ അവരെല്ലാവരും പണം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു അക്കൗണ്ടിലേക്ക് അയക്കുകയും പിന്നീട് പ്രോമിസ് ചെയ്ത ഒരു ഡേറ്റിലേക്ക് സാധനം ഡെലിവറി ചെയ്യാത്തുകയും ചെയ്ത രീതിയിലേക്കുള്ള തട്ടിപ്പാണ് ഇതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള മനസ്സിലാക്കൽ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ പരാതികളും ഊർജിതമായിട്ട് അന്വേഷിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ആൾക്കാരുടെയും ഇതിൽ വിക്ടിമായിട്ടുള്ള മുഴുവൻ പേരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ പോലീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മുഴുവൻ പേരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തും. നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇത് ഒരു CSR ഫണ്ട് ലഭിച്ചുകൊണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ റേറ്റിൽ നിന്നും 50% ഡിസ്കൗണ്ട് കഴിച്ചുകൊണ്ട് ആൾക്കാർക്ക് പ്രോപ്പർട്ടി ഡെലിവറി ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇത് നടപ്പിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറഞ്ഞ വിലയ്ക്ക് സാധനം ലഭിക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുകയും എന്നാൽ കുറച്ചൊക്കെ പ്രോപ്പർട്ടീസ് മുൻകാലങ്ങളിൽ ഡെലിവറി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുവഴി ഒരു വിശ്വാസ്യത നേടിയെടുത്തുകൊണ്ട് ഒരു വലിയൊരു എമൗണ്ട് വരുന്ന സമയത്ത് അത് നൽകാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വിശ്വാസവഞ്ചന കാണിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഈ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അന്വേഷണം നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പ്രധാനമായിട്ടും ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടും ട്രസ്റ്റ് ആക്ട് പ്രകാരം രൂപീകരിച്ചിരിക്കുന്ന സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മെമ്പർമാരായിരിക്കുന്ന അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഫണ്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ പോലീസ് വിശദമായിട്ട് പരിശോധിക്കും. ഇപ്പോൾ നമ്മൾ പ്രൊമോട്ടർമാരായിട്ടുള്ള ആൾക്കാരുടെയും അക്കൗണ്ട് ട്രാൻസാക്ഷനൊക്കെ കുറച്ചൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ കുറേ പേര് ഈ രീതിയിൽ വാഹനത്തിന് വേണ്ടിയിട്ട് പൈസ അടച്ച ആൾക്കാർ തന്നെയാണ്. അതിൽ പ്രൊമോട്ടർമാരിലും ഒരുപാട് പേര് വിക്ടിംസ് ആയിട്ടുള്ളവരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം. പക്ഷേ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗവും നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടില്ല. ത്രൂ ഔട്ടായിട്ട് ഇതിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു കണ്ണിവൻസ്, വേറെ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട്, അവരൊക്കെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. നമ്മൾ കണ്ണൂർ ടൗണിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏകദേശം 494 പരാതികളുടെ ബേസിലുള്ള ഒരു ട്രാൻസാക്ഷൻസിൽ ഏകദേശം 2,96,00,000 രൂപയുടെ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ മറ്റ് ഒരുപാട് പേര് ഇനിയും പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ക്വാണ്ടം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പരാതികളെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ കേരളത്തിലുടനീളം പരാതികൾ വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിലൊരു കേന്ദ്രീകൃതമായിട്ടുള്ള അന്വേഷണം ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ കേസുകളെല്ലാം തന്നെ ഒരു സമാനമായിട്ടുള്ള സ്വഭാവം ഉണ്ടായതുകൊണ്ട് ജില്ലാടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലും ഒരുപാട് ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് പാരലലിൽ തന്നെ. ഇപ്പോൾ ഇത് ഈ സീഡിൻ്റെ ഒരു ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റിയിലേക്ക് ഒരു 320 രൂപയുടെ മെമ്പർഷിപ്പ് വഴി ആൾക്കാരെ ചേർക്കുകയും ആ സൊസൈറ്റിയിലൂടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുകയും ആ സൊസൈറ്റിയുടെ പ്രോഗ്രാം എന്ന രീതിയിലേക്ക് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പരിപാടി നടത്തുകയും ചെയ്യുന്ന രീതിയാണ് ഇവർ ഫോളോ അപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ രീതിയിൽ നമ്മളിപ്പോൾ സൊസൈറ്റിയുടെ ബേസിസിലാണ് ഇപ്പോൾ പരാതി നമ്മൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ആ പരാതിയിൽ തന്നെ മുഴുവൻ ആൾക്കാരുടെയും മൊഴി നമ്മൾ രേഖപ്പെടുത്തും. ആവശ്യമാണെങ്കിൽ ഈ മറ്റ് ഇൻഡിവിജ്വലായിട്ടുള്ള പരാതികളും മൊഴികളും നമ്മൾ രേഖപ്പെടുത്തും ത്രൂ ഔട്ടായിട്ട്.
ഇതിൽ ഒരു ഭാഗത്ത് ഇനീഷ്യലി പല പരിപാടികളും ഓൾറെഡി അവർ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയ പരിപാടികളുടെ പ്രൊമോഷൻസ് അവർ പിന്നീട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. പക്ഷേ അതിൽ ബ്രോഷറുമായി ബന്ധപ്പെട്ടിട്ട് സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയേറെ രേഖകൾ പോലീസ് ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പദ്ധതിയെ പറ്റിയിട്ട് പോപ്പുലർ ആക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങൾക്കിടയിൽ ആ ഒരു പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിൽ അവർ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബ്രോഷറും ഡോക്യുമെൻസും സർക്കുലേഴ്സും കാര്യങ്ങളൊക്കെ പോലീസ് ഇതിനോടകം സീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന പരാതിയിൽ പ്രധാനമായിട്ടും ഇവർക്ക് മുൻപ് ഈ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻവാസിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ നടത്തുകയും ജില്ലാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ സംസ്ഥാന തലത്തിൽ കോർഡിനേറ്റർ എന്ന രീതിയിലൊക്കെ വന്നിരുന്ന ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രതി ചേർത്തിരിക്കുന്നത്. പക്ഷേ അവരോടെല്ലാമുള്ള ഈ പറഞ്ഞിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അവരേതൊക്കെ രീതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ അന്വേഷണത്തിൻ്റെ ബാക്കിയുള്ള വഴികളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ.